അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ജയ്പൂരിലാണ് 2016. അപ്പോൾ അവൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു 8 വർഷത്തെ പ്രേമമാണ്. ആര്യ എനിക്ക് ആക്ച്വലി ഒരു സെക്കൻഡ് ബോബിനെ പോലെയാണ്. ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് ഗ്യാപ്പും ഉള്ളതുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആര്യ എൻ്റെ ഒരു സെക്കൻഡ് മോം ആണെന്നുള്ളത്. മാരേജ് എത്തിയതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങൾ 2 ഫാമിലീസും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഒരിക്കലും ഒരു നോ എന്നുള്ളത് അവരുടെ സൈഡിൽ നിന്ന് ഇൻഡർസ്റ്റേറ്റ് ആയിട്ട് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ അവൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കെയറിങ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. കുറച്ച് എന്താ പറയുക, പെട്ടെന്ന് ദേഷ്യം വരുന്ന ടൈപ്പ് ആണെങ്കിൽ ലൈക്ക് നല്ല കൈൻഡ് ഹാർട്ടഡ് ഒരു പേഴ്സൺ. പിന്നെ വിനയേട്ടൻ എന്ന് പറയുന്നത്, വിനയേട്ടനായിട്ട് നമ്മൾ കുറേ കാലമായിട്ട് പരിചയമുണ്ട്. ഇവർ കോളേജ് പഠിക്കുമ്പോൾ തൊട്ടുള്ള പരിചയമാണ്. വിനയേട്ടന് അപ്പം തൊട്ട് പരിചയമുണ്ട്. അപ്പം തൊട്ടേ വിനയേട്ടൻ നമ്മുടെ ഫാമിലിയാണ്. ഇപ്പോൾ ഒരു ഫാമിലി ആവാൻ പോകുന്നതെന്നല്ല, അപ്പം തൊട്ടേ വിനയേട്ടൻ നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ അപ്പോഴേ ഞങ്ങൾ വിനയേട്ടനെ ബ്രദറായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊരു ബ്രദർ ഇൻ ലോ വരുന്നുണ്ട് എന്നുള്ളൊരു ഫീലൊന്നുമില്ല. വിനയേട്ടൻ അപ്പം തൊട്ടേ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണുള്ളത്. കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാരേജാണിത്. വിനയനെയും ആര്യനെയും നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടല്ലേ അറിയാം. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. അതെ, അങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായി. കസിൻസും വലിയച്ഛന്മാരും വല്യമ്മമാരും ചേച്ചിമാരും എല്ലാവരുമായിട്ട് കമ്പനിയായിട്ട് അവസാനമാണ് അതെ അപ്പം കല്യാണത്തിലെത്തിയത്. ഫുൾ ഫാമിലി ആയിട്ട് നല്ലോണം സിങ്കായി. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളെ പോലെയായിരുന്നു വിനയ്. ನಲಿದಿವೆ ಕೇಳು ಯಾರೇ ವರನೆಂದು ನಗುತ್ತಿವೆ ನೋಡು ಪರಿಚಯ ಪರಿಧಿ ಮೀರು ವರುಷ ಪರಿಣಯ ಪದವ ಹಾಡು ಹರುಷ
परिधि मेरो वरुषा ഇവൻ ഞങ്ങളുടെ എല്ലാ കസിൻസിൻ്റെ ഒക്കെ മാരേജിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായാലും ഇപ്പോൾ ഒരു പുതിയ ആളെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാൾ തന്നെ അതിങ്ങനെ നമ്മളൊരു ലീഗലായിട്ടൊരു മാരേജ് ഒരു കോൺട്രാക്റ്റ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര വെയിറ്റ് ചെയ്ത് ഈ കല്യാണത്തിന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും കാലം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, നല്ലോണം പരസ്പരം മനസ്സിലാക്കിയിട്ടൊക്കെ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി മാരീഡ് ലൈഫ് വിനയ് ആൻഡ് ആര്യ.